കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റ് റാപ്പർ ബാൻഡിന്റെ പരിപാടിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്ക്. പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മറികടക്കുന്നതിനിടയിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിക്കാതെ CPIM പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. ജനുവരി 15 മുതൽ 22 വരെ ഗ്രഹസന്ദർശനം നടത്തും. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും. പത്മകുമാറിനെതിരെ കുറ്റപത്രം വന്നതിനു ശേഷം മാത്രം നടപടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എറണാകുളം തൃപ്പൂണിത്തറ മിൽമ ഡയറിയിലെ പാൽ മോഷണത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ പോലീസ് 84 ട്രേ പാൽ അനധികൃതമായി കടത്തിക്കൊണ്ടുപോയി ഡയറിക്ക് നഷ്ടമുണ്ടാക്കിയെന്ന പരാതിയിലാണ് ഹിൽ പാലസ് പോലീസ് കേസെടുത്തത്. എഡ്യൂടെക് കമ്പനിയായ സൈലം ലേണിംഗ് ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൈലം അവാർഡ്സിന്റെ 4ാം എഡിഷൻ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്നു. പരിപാടിയിൽ 10,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 2,500-ലധികം പേർക്ക് ആദരവ് ലഭിച്ചു. സൈലം CEO ഡോക്ടർ S അനന്തു, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടാതെ ആസിഫ് അലി, ബേസിൽ ജോസഫ്, അനാർക്കലി മരക്കാർ തുടങ്ങിയ വിവിധ സിനിമ, സോഷ്യൽ മീഡിയ താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു.